ഏവർക്കും നമസ്കാരം. കഥ പറഞ്ഞ് വലിയ ശീലമൊന്നുമുള്ള ആളല്ല. എങ്കിൽ പോലും നിങ്ങൾക്കായി ഒരു കഥ പറയാം. ഒരു മുത്തശ്ശി കഥ. നിങ്ങളേവരും കേട്ട് പഴകിയ ഒരു പഴയ കഥ. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സന്യാസി, അതായത് ഒരു മഹർഷിക്ക് 2 ശിഷ്യന്മാരുണ്ട്. ഈ 2 ശിഷ്യന്മാരെയും തന്നേക്കാൾ വലിയ മഹർഷിമാരാക്കി മാറ്റുക എന്നതാണ് ആ ഒരു മഹർഷിയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു ദിവസം ഈ 2 ശിഷ്യന്മാരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ച ശേഷം സന്യാസി പറഞ്ഞു, ശിഷ്യന്മാരെ, ഞാൻ ഒരു ദീർഘനാളത്തേക്ക് യാത്ര ചെയ്ത് ഒരു തപസ് അനുഷ്ഠിക്കാൻ പോവുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ തീർച്ചയായിട്ടും എന്നേക്കാൾ വലിയ മഹാനായി തീരണം, അല്ലെങ്കിൽ വലിയൊരു ഗുരുവര്യനായി മാറണം എന്ന് ഉപദേശിച്ചിട്ടാണ് ഈ മഹർഷി യാത്ര തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗുരുവിൻ്റെ വാക്ക് ശിരസാ വഹിച്ചുകൊണ്ട് 2 ശിഷ്യന്മാരും തപസ് അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. തപസ് അനുഷ്ഠിക്കുന്നത് ഒരു കാടിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ്. ഒരാൾ ഒരു വശത്തും മറ്റേ ആൾ കുറേ ദൂരെയുള്ള മറ്റൊരു വശത്തും. അപ്പോൾ അങ്ങനെ തപസ് അനുഷ്ഠിക്കുന്നു. അപ്പോഴാണ് ഇനി ഞാൻ ഓരോ ശിഷ്യന്മാർക്കും ഓരോ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ശിഷ്യൻ, രണ്ടാമത്തെ ശിഷ്യൻ. ഈ ഒന്നാമത്തെ ശിഷ്യൻ ധ്യാനത്തിലിരിക്കുമ്പോൾ, അഥവാ നമ്മുടെ തപസ് അനുഷ്ഠിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കൗപീനം അഥവാ ലെങ്കോട്ടി എന്ന് പറയാറുണ്ട്. ഈ ലെങ്കോട്ടി ഒരു എലി മോഷ്ടിക്കുമായിരുന്നു. അപ്പോൾ ഈ എലി സ്ഥിരമായിട്ട് ഓരോ ദിവസങ്ങളിലും ഈ ഒരു ഒന്നാമത്തെ ശിഷ്യൻ്റെ കൗപീനം മോഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ കൗപീനമില്ലാത്ത ഈ ഒന്നാമത്തെ ശിഷ്യൻ തൻ്റെ കൗപീനത്തിന് വേണ്ടി ഓരോ ദിവസവും ആ കാടിന് പരിസരത്തുള്ള ഒരു ഗ്രാമത്തിൽ പോയി കൗപീനത്തിന് വേണ്ടി യാചിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും ആയപ്പം ഒരു നാട്ടുകാരൻ, ഒരു ഗ്രാമവാസി നമ്മുടെ ഒന്നാമത്തെ ശിഷ്യനോട് പറഞ്ഞു, സ്വാമി, എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ കൗപീനം തിരക്കി നടക്കുന്നത്? എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു എലി എല്ലാ ദിവസവും എൻ്റെ കൗപീനം മോഷ്ടിക്കുന്നു, എനിക്ക് കൗപീനമില്ല എന്ന് പറഞ്ഞു. അപ്പം ഗ്രാമവാസി പറഞ്ഞു, സ്വാമി, എന്താണ് ഈ എലിയുടെ പ്രശ്നമല്ലേ പരിഹരിക്കേണ്ടത്? അതിനൊരു ശാസ്ത്ര പരിഹാരം കാണാൻ ഒരു പൂച്ചയെ വളർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാമിക്ക് മനസ്സിലായി ഇതൊരു നല്ല ആശയമാണല്ലോ എന്ന്. തീർച്ചയായിട്ടും സ്വാമി ആ ഗ്രാമവാസിയുടെ കയ്യിൽ നിന്നും ഒരു പൂച്ചയെ വാങ്ങിക്കൊണ്ട് കാട്ടിനുള്ളിൽ കൊണ്ട് വളർത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ എലി എന്നതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ആവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പ്രശ്നം അവിടെ ഉദയം ചെയ്തു. പ്രശ്നം ഇതാണ്, എലി ഒഴിവായെങ്കിൽ പോലും പൂച്ച എല്ലാ ദിവസവും ഈ സ്വാമിയെ ധ്യാനത്തിലിരുന്ന് ഇരിക്കുമ്പോൾ കരയാൻ തുടങ്ങി. അതായത് പാലിന് വേണ്ടി കരയാൻ തുടങ്ങി, പൂച്ചയ്ക്ക് കുടിക്കാൻ പാലിന് വേണ്ടി. അപ്പോൾ ഇത് സ്വാമിക്ക് സഹിക്കാൻ വയ്യാതെ സ്വാമി എന്ത് ചെയ്തു? വീണ്ടും അതേ ഗ്രാമത്തിലോട്ടിറങ്ങി ഓരോ ദിവസവും പാലിന് വേണ്ടി യാചിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീണ്ടും നമ്മുടെ പഴയ ആ ഗ്രാമവാസി വന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമിക്ക് എന്താണ് പ്രശ്നം? അപ്പോൾ സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഗ്രാമവാസി പറഞ്ഞു, ഇങ്ങനൊരു പാലിന് വേണ്ടി സ്വാമി എല്ലാ ദിവസവും അലയേണ്ട ആവശ്യമുണ്ടോ? അതിനൊരു പശുവിനെ വാങ്ങി വളർത്തിക്കൂടെയെന്ന്. അപ്പോൾ സ്വാമിക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല ആശയമാണല്ലോ, ഒരു പശുവിനെ വാങ്ങി വളർത്താം എന്ന് സ്വാമി കരുതി. അങ്ങനെ ആ ശിഷ്യൻ പശുവിനെ വാങ്ങിക്കൊണ്ട് വീണ്ടും തൻ്റെ തപസ് അനുഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പൂച്ചയ്ക്ക് സ്ഥിരമായിട്ട് പാല് കിട്ടാൻ തുടങ്ങി. പക്ഷേ മറ്റൊരു പ്രശ്നം അവിടെ ഉദയം ചെയ്തു. അതായത് പശു എല്ലാ ദിവസവും മൂത്രവും ചാണകവും ഇടാൻ തുടങ്ങി. അത് കോരിക്കളയാൻ അല്ലെങ്കിൽ വാരാൻ മറ്റാരും ഇല്ലാത്ത പക്ഷം ഇദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം എന്നോണം വീണ്ടും നമ്മുടെ സ്വാമി അതേ നാട്ടുകാരനോട് അല്ലെങ്കിൽ അതേ ഗ്രാമവാസിയോട് വീണ്ടും ഒരു പ്രശ്നപരിഹാരം എന്നോണം വീണ്ടും സംശയം ആരാഞ്ഞു, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന്. അപ്പോൾ വീണ്ടും നമ്മുടെ അതേ നാട്ടുകാരൻ പറഞ്ഞു, സ്വാമി, ഇതാണോ പ്രശ്നം? ഈ പ്രശ്നം പരിഹരിക്കാൻ എല്ലാ ദിവസവും അവിടെ ഒരാളെ നിർത്തിയാൽ പോരെ? ഞാൻ വേണമെങ്കിൽ എൻ്റെ മകളെ സ്വാമിയുടെ കൂടെ അയക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്വാമിയുടെ കൂടെ, അതായത് ഒന്നാമത്തെ ശിഷ്യൻ്റെ കൂടെ തൻ്റെ മകളെ അയക്കുകയാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ഇവരുടെ ഗുരുവര്യനായ ആ മഹർഷി തപസ് അനുഷ്ഠിച്ച ശേഷം തിരിച്ച് ഈ ശിഷ്യന്മാരെ കാണാൻ വേണ്ടി ഈ കാട്ടിലേക്ക് വരികയാണ്. ഈ ഒന്നാമത്തെ ശിഷ്യനെ കാണാൻ വേണ്ടി അവിടോട്ട് വന്നപ്പോൾ സ്വാമി, അതായത് ആ നമ്മുടെ മഹർഷി കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. അതായത് ഒന്നാമത്തെ ശിഷ്യൻ ഒരു വീടൊക്കെ വെച്ച് അവിടെ തൻ്റെ ഭാര്യയും മക്കളും പശുവും പൂച്ചയും പിന്നെ കുറേ ജീവജാലങ്ങളോടൊപ്പം അവിടെ സുഖമായിട്ട് ഒരു ഗൃഹനാഥനായി ഒരു കുടുംബ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹർഷി ചോദിച്ചു, മകനെ, നിനക്ക് എന്തു പറ്റി? നിന്നെ ഞാൻ ഒരു വലിയ സന്യാസിയായി, വലിയൊരു ഗുരു പണ്ഡിതനായി കാണാനാണ് തപസ് അനുഷ്ഠിക്കാൻ പറഞ്ഞത്. നിനക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ ഈ ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പൊന്നുസ്വാമി, ഞാനായിട്ടൊന്നും ചെയ്തതല്ല, ഇതെല്ലാം ഒരു ലെങ്കോട്ടി പറ്റിച്ച പണിയാണെന്ന്. ശേഷം ഈ സ്വാമിയും ഇതേ ശിഷ്യനും ഒന്നാമത്തെ ശിഷ്യനും ചേർന്ന് രണ്ടാമത്തെ ശിഷ്യനെ കാണാൻ പോയി. കാര്യം അദ്ദേഹത്തെയും
ഇതേപോലൊരു ഗുരുവര്യനായി കാണാൻ വേണ്ടിയാണ് ഈ നമ്മുടെ മഹർഷിയുടെ ആഗ്രഹം. അപ്പോൾ രണ്ടാമത്തെ ശിഷ്യനെ കാണാൻ വേണ്ടി ഇവർ രണ്ടുപേരോട് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ശിഷ്യൻ കാടിൻ്റെ അപ്പുറത്തിരുന്ന് അദ്ദേഹം അവിടെ ഒരു നല്ല ഗുരു പണ്ഡിതനായി മാറിയിരിക്കുന്നു. രണ്ട് ശിഷ്യന്മാരുമൊത്ത് തൻ്റെ തപസ് തുടരുന്നു. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും മഹർഷി ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ ഗുരുവര്യനായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ശിഷ്യനോട് മഹർഷി ചോദിച്ചു, മകനെ, നീ എൻ്റെ ആശയം സഫലീകരിച്ചു, അല്ലെ എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു, നിനക്ക് എങ്ങനെ ഇതിന് സാധിച്ചു? ഈ ഒന്നാമത്തെ ശിഷ്യന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ലങ്കോട്ടിയൊക്കെ എലി മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി, പിന്നീട് തുടർന്ന് ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടായി, നിനക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേന്ന്. അപ്പോൾ ഈ രണ്ടാമത്തെ ശിഷ്യൻ പറഞ്ഞിങ്ങനെയാണ്, സ്വാമി, എനിക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയാണ് നീ ഇതിനെ ഓവർകം ചെയ്തത് എന്ന് മഹർഷി ചോദിച്ചപ്പം ഒന്നാമത്തെ ശിഷ്യന് അതിൻ്റെ മറുപടി കേൾക്കാൻ ജിജ്ഞാസയായി. അപ്പോൾ രണ്ടാമത്തെ ശിഷ്യൻ തുടർന്നു പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വാമി, എനിക്കുണ്ടായ പ്രശ്നം എൻ്റെ ലങ്കോട്ടി എല്ലാ ദിവസവും എലി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ലങ്കോട്ടി വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. ലങ്കോട്ടി ഞാനങ്ങ് ഉപേക്ഷിച്ചു. അതോടുകൂടി എൻ്റെ പ്രശ്നം അവസാനിച്ചു. കഥ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ ആശയം ഇതേ ഉള്ളൂ. ഇവിടെ രണ്ട് ശിഷ്യന്മാർക്കും ഒരേ ആഗ്രഹങ്ങളും ഒരേ സോഴ്സുകളും ഒരേ വിഭവങ്ങളും ഒരേ പ്രശ്നങ്ങളും ഒരേ മോട്ടിവേഷൻസും ആയിരുന്നു. എന്നാൽ ഒന്നാമത്തെയാൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ പിന്തുടർന്നു, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെ മറന്നു. രണ്ടാമത്തെയാൾ ലക്ഷ്യത്തിന് വേണ്ടി പ്രശ്നങ്ങളെ ഒഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളും ഈ ഒന്നാമത്തെ ശിഷ്യനെ പോലെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലിട്ട് അലട്ടി നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്ന് മുന്നോട്ട് പോകുന്നു. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പഠിക്കാൻ കണ്ടെത്തുന്ന കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് പഠിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെറിയ കാരണം കണ്ടെത്തുന്നോ അതായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ രണ്ടാമത്തെ ശിഷ്യനെ പോലെ ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ പ്രശ്നങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളെ അല്ല, അതൊരു ചെറിയ പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നമല്ല എന്ന് കരുതി നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ മാർഗം വെട്ടിയാൽ തീർച്ചയായിട്ടും അതിനുള്ള വാതിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിലിട്ട് വിഷമങ്ങളെ അലട്ടരുത്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു വേദിയിൽ ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് സദസ്സ് ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചു. ചാപ്ലിൻ അതേ തമാശ ഒരിക്കൽ കൂടി പറഞ്ഞു. സദസ്സിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുറച്ചാളുകൾ മാത്രം ചിരിച്ചു. ചാപ്ലിൻ വീണ്ടും അതേ തമാശ ഒരിക്കൽ കൂടി പറഞ്ഞു. സദസ്സിൽ ആരും തന്നെ ചിരി ഉണ്ടാക്കിയില്ല. അപ്പം ചാപ്ലിൻ ചോദ്യം ചോദിച്ചു, ഞാൻ ഒരേ തമാശ ഒരു 3 തവണ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയില്ല. ഇത് തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. അതായത് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരേ കാര്യത്തിൽ വീണ്ടും വീണ്ടും സങ്കടപ്പെടുന്നത് എന്നാണ് ചാപ്ലിൻ ചോദിച്ചത്. എനിക്കും അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നമ്മൾ ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നില്ല എങ്കിൽ ഒരേ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും നമ്മൾ എന്തിനും ഡീമോട്ടിവേറ്റ് ആവുന്നു? തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ആകുക. വരാൻ പോകുന്ന ഓരോ പരീക്ഷകളും നമ്മൾക്കുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ള വലിയ കാരണങ്ങളെ കണ്ടെത്തിയിട്ട് നമുക്ക് പ്രോത്സാഹനം കുറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളെ ഉപേക്ഷിക്കുക, പഠനം തുടരുക, വിജയം നേടുക.